പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല തണുപ്പ്. ഇന്ന് ചോറ് കഴിക്കാൻ ആർക്കും മൂടില്ല. ഇന്ന് നമുക്ക് ബൺദോശ ഉണ്ടാക്കാം. ബൺദോശ ടൊമാറ്റോ ചട്നി. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ? ബൺദോശ നമുക്ക് സാധാ ഇഡ്ഡലി മാവോ ദോശമാവോ വെച്ചിട്ട് ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് റവയും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1.5 കപ്പ് റവ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അല്പനേരം ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ സാധാ വീട്ടിലുണ്ടാക്കുന്ന ദോശമാവാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 3 കപ്പ് ദോശമാവായാലും ഇഡ്ഡലി മാവായാലും കുഴപ്പമില്ല, 3 കപ്പ് ചേർക്കണം. ദോശമാവിൽ ഓൾറെഡി ഉപ്പുണ്ട്. കുറച്ച് ആ റവയിലേക്കുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്നും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ റവയും ഇതുമെല്ലാം നല്ലതുപോലെ മിക്സ് ആവും. ഇപ്പോൾ രണ്ടും കൂടെ നന്നായി അരഞ്ഞു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി ഒഴിക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടുതലുള്ള പോലെ തോന്നും, കാരണം ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ റവ ഒന്നും കൂടെ വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് ഈ ബാറ്റർ കുറച്ചും കൂടെ തിക്കാവും. അപ്പോൾ ആ ബാറ്റർ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഇനി ഈ ബാറ്ററിൽ ചേർക്കാനുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു ഫ്രൈങ് പാനിൽ കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തു, നെയ്യ്. എണ്ണ ഒഴിച്ചിട്ടും ഉണ്ടാക്കാം. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം നമുക്ക്. കുറച്ച് ഉഴുന്നുപരിപ്പ്, ഉഴുന്നുപരിപ്പ് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്തതാണ്. ഇനി കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരണം, വല്ലാതെ ബ്രൗൺ ആവണ്ട. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഓണിയൻ ചോപ്പ് ചെയ്തതാണ്. ഒരു വലിയ ഓണിയൻ ചോപ്പ് ചെയ്തതുണ്ട്. ഈ ഓണിയനൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഈ സവാളയിലേക്കും പച്ചമുളകിലേക്കും മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. അത്ര മതി, അത് റെഡിയായി. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിലേക്ക് ഈ മസാല ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കായം പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സാക്കി ഇത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അടച്ച് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ബാറ്റർ ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അതിനിടയ്ക്ക് നമുക്ക് ടൊമാറ്റോ ചട്നി റെഡിയാക്കാം. അതിനായിട്ട് നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യണത്. വെളിച്ചെണ്ണ ഇവിടെ തണുപ്പ് കാരണം ഭയങ്കര കട്ടിയായിട്ടാണ് ഇരിക്കണത്. അതിലേക്ക് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നുപരിപ്പാണ്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതൊക്കെ ചേർത്താൽ മതി. രണ്ടും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഉണക്കമുളകാണ് ചേർക്കേണ്ടത്. ഞാൻ കാശ്മീരി ഉണക്കമുളകാണ് ഇടുന്നത്. ഇവിടെ എരിവ് കുറവ് മതി, അതുകൊണ്ട്. ഇതിപ്പോൾ ദാളുകളെല്ലാം നല്ല കളറ് മാറി. ഇനി നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്താൽ എപ്പോഴും ചട്നിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ സവാള മാത്രം ചേർത്തും ഉണ്ടാക്കാം. ഇനി കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ അരയ്ക്കുന്നത് കൊണ്ട് നമ്മൾ ഇത് അരിഞ്ഞിടേണ്ട ആവശ്യമില്ല.
അങ്ങനെ തന്നെ ഇട്ടാൽ മതി, നമ്മൾക്ക് ഇത് അരയ്ക്കാനുള്ളതാവുക കാരണം. എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം കുറച്ച് സവാള ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു സവാളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവണം. രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിക്ക് അധികം എരിവൊന്നുമില്ലല്ലോ. പിന്നെ കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്തത്. ഇഞ്ചി അങ്ങനെ കഷ്ണമായിട്ട് ഇട്ടാലും മതി, ഇവിടെ ചോപ്പ് ചെയ്ത് തരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു എന്ന് മാത്രം. ഇനി ഇതിൽ ചട്നിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് കറിവേപ്പിലയും ഇനി നമ്മളിതിലേക്ക് ഒരു കഷ്ണം പുളി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ 2 ചെറിയ ടൊമാറ്റോ അരിഞ്ഞതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട്, ടൊമാറ്റോ ഒരുപാട് നേരം വഴറ്റണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. പിന്നെ കുറച്ച് കായം പൗഡറും. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഒരു 2-3 മിനിറ്റ് ഇളക്കി ടൊമാറ്റോ ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ ചട്നി അരയ്ക്കാൻ റെഡിയായി. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് അരച്ചെടുക്കാം. ഇനി ബൺദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കടുകൊക്കെ പൊട്ടിച്ചെടുക്കണ ചെറിയ പാനാണ് വെച്ചേക്കണേ. അത് കുഴിയുള്ള പാത്രമാണെങ്കിൽ കൂടുതൽ നല്ലതാണ് ബൺദോശ നല്ല ഷേപ്പിൽ കിട്ടാൻ. അപ്പത്തിൻ്റെ പാത്രം വെച്ചും നമുക്ക് ബൺദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതിലാകുമ്പോൾ ഒന്നും കൂടെ നല്ല തിക്കായി നല്ല ഷേപ്പിൽ കിട്ടും. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മുടെ ബാറ്ററൊക്കെ ഇപ്പോൾ ആവശ്യത്തിന് തിക്നെസ്സായി. ഇനി ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് നമുക്ക് ചെറിയ തീയിൽ വെച്ച് ബൺദോശ റെഡിയാക്കി എടുക്കണം. സാധാരണ ദോശയേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് സോഫ്റ്റും ആയിട്ട് ആണ് ഈ ദോശ ഇരിക്കുക. ഇതിൽ റവ ചേർക്കാതെ സാധാ ദോശമാവ് വെച്ച് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നും ദോശ കഴിച്ച് മടുക്കുമ്പോൾ ഇങ്ങനെ ചെറുതായി ഒരു മാറ്റമൊക്കെ വരുത്തി ഉണ്ടാക്കി കൊടുത്ത വീട്ടിലെല്ലാവർക്കും കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഒരു ഭാഗം ആയി കഴിഞ്ഞു, നമുക്കൊന്ന് മറിച്ചിടാം നമ്മുടെ ബൺദോശ. അതേപോലെ പുറം ഭാഗം നല്ല കരുകരിപ്പായി ക്രിസ്പിയായി. ബൺദോശയുടെ കൂടെ കോക്കനട്ട് ചട്നി നല്ലത് തന്നെയാണ് കേട്ടോ. ഞാനിന്ന് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയെന്ന് മാത്രം. പിന്നെ സാമ്പാറും ചേർത്തോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ദോശ കഴിക്കാം. വെറുതെ കടിച്ച് തിന്നാനും ചായയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ എല്ലാ ദോശയും നമുക്കൊന്ന് ചുട്ടെടുക്കാം. ബൺദോശയുടെ മാവ് അധികം പുളിയില്ലാത്തതായിരിക്കണം, എന്നാലേ അതിന് ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാവരും വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. താങ്ക് യു.